ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പം പെറ്റണീക്കൽ ദിവസത്തിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. പെറ്റണീക്കൽ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് 40ാമത്തെ ദിവസം കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇച്ചിരി സ്വർണ്ണടിക്കലും പിന്നെ നമ്മുടെ ചെക്കൻ്റെ അവിടെ നിന്നുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ വരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് അതിൻ്റെ മുമ്പത്തെ ദിവസത്തെ വിശേഷങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തലേ ദിവസം നമ്മൾ നടത്തിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അത് തന്നെ ഇതാ ഫസ്റ്റ് കാണിക്കുന്നത് ഞാൻ കിടന്നിരുന്ന റൂമിൽ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തത് ഞാനില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഉമ്മയും ഉമ്മാൻ്റെ അടുത്തൊക്കെ കൂടിയിട്ടിരുന്നിട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ ഫുള്ളും കട്ടിലും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ എടുക്കും. പിന്നെ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടേബിള്, അപ്പോൾ അതൊക്കെ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകും കേട്ടോ. സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം കഴുകും. പിന്നെ അതുപോലെ തന്നെ ചുമര് പിന്നെ കർട്ടൻസൊക്കെ എടുക്കും കേട്ടോ. നമ്മളിപ്പം നോമ്പ് കാലം അടുപ്പിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് കഴുകൂലേ ചുമരും നിലയൊക്കെ, അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഫുള്ളും കഴുകും കേട്ടോ. നിലയൊക്കെ കാരണം നമ്മൾ ഈ എണ്ണ തേച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ നിലയൊക്കെ ഫുള്ളായിട്ട് ആദ്യം സോപ്പും പൊടി ഇട്ട് കഴുകി പിന്നെ രണ്ടാമത് വെള്ളം കൊണ്ട് തുടച്ച് പിന്നെ സാധാ വെള്ളം കൊണ്ട് പിന്നെ അതിനുശേഷം പിന്നെയും തുടക്കും കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യത്തോളം അങ്ങനെ കഴുകി നല്ലോണം വൃത്തിയാക്കും. പിന്നെ 40ൻ്റെ അന്ന് അല്ല കേട്ടോ ഇത് ചെയ്തത്, അതിൻ്റെ തലേ ദിവസമാണ്. കാരണം നല്ല മഴയാണ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങിയാലും അലക്കിയാലൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് താമസമല്ലേ. പിന്നെ അതുമല്ല അന്ന് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നാൽ നല്ലോണം ലേറ്റ് ആകും. കാരണം നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാരൊക്കെ എത്തുമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ക്ലീനിങ്ങും കൂടി അന്ന് രാവിലെ ആക്കിയാൽ നടക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ തലേ ദിവസം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുള്ളും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പരിപാടികളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റൂം മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടിയും അതുപോലെ തന്നെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചവിട്ടികളും ഒക്കെ എടുത്തിട്ട്, കാരണം നമ്മൾ എണ്ണയൊക്കെ തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും തൈലും കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഉമ്മയൊക്കെ ചെയ്യുമ്പം വീഡിയോ എടുക്കുന്ന അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ. പിന്നെ നമുക്കിത് അന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ചക്ക കിട്ടും. ചക്കക്കാലം ആയതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിൽ ഇവിടെ ചക്ക ഉണ്ടാവും കേട്ടോ. പഴുത്ത ചക്കയോ അല്ലെങ്കിൽ പുളിച്ച ചക്കയോ അല്ലെങ്കിൽ പച്ച ചക്കയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചക്ക ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഇച്ചും എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം ഇങ്ങനെ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തലേദിവസം അമ്മായി വന്നപ്പം കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉമ്മാൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ അത് മീൻകറിയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണ്. പക്ഷേങ്കിൽ ഞാൻ ആ കപ്പ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നല്ലോണം കറി ഒഴിച്ച് കഴിക്കുമ്പം നല്ലോണം വെന്തിട്ടുള്ള കപ്പയാണ് കേട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കപ്പയൊക്കെ ചമ്മന്തിയൊക്കെ ആണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കാന്താരി ചമ്മന്തി ഇല്ലേ, അതൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം കറി ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലോണം വെന്ത കപ്പയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇച്ചൂനും കൊടുത്ത് പിന്നെ അങ്ങനെ തന്നെ ബാക്കി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ 40ൻ്റെ അന്നത്തേക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി വെക്കാണ്ട്. അപ്പോൾ തൊലി കളിച്ച് വെച്ചാൽ പിന്നെ രാവിലത്തേക്ക് സിമ്പിളാണല്ലോ, വേഗം അരിഞ്ഞിട്ട് നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെല്ലുമ്മയും പൂത്തും കൂടിയിട്ടാണ് ഉള്ളിയൊക്കെ നന്നാക്കുന്നത് കേട്ടോ. അപ്പം ഉമ്മ എത്തിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, വൈകുന്നേരമാണ് കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ തൊലിച്ചതിന് ശേഷം കേട്ടോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. തറവാട്ടിലുള്ള അമ്മായി കേട്ടോ, 3ാമത്തെ ബ്രദറിൻ്റെ വൈഫാണ്. പിന്നെ അതിൻ്റെ ആ ഒരു സമയത്ത് പൂത്തോടെ ചപ്പാത്തി വരുത്താണ്ടോ. പൂത്തു ഒരു നേരമാണ് അരി ഭക്ഷണം കഴിക്കുക, എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, പിന്നെ രാത്രി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുക. ഷുഗർ ഉള്ളതുകൊണ്ട് ആ ഒരു ഇങ്ങനെ ലിമിറ്റ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു നേരം മാത്രമാണ് ചോറ് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം കഴിക്കുകയാണ് കേട്ടോ, ചായയൊക്കെ കുടിക്കുകയാണ് എല്ലാവരും കൂടി. ഞാൻ ചായ കുടിച്ചു, പിന്നെ ഞാൻ അവർ ചായ കുടിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഉമ്മ എത്തിയിട്ടുണ്ട്, ഉമ്മയും എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഒക്കെ കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ദിവസം തന്നെ ഷോപ്പിൽ വന്നിട്ടുള്ള വിശേഷം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് റസാഖാൻ്റെ പെങ്ങളെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് എന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അലൈനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഓരോരുത്തർ ഗിഫ്റ്റ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഷർട്ടിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ളതാണ് കേട്ടോ. അൻസിൻ്റെ ഷർട്ട് റെഡ്, അപ്പം ഗിഫ്റ്റ് പേപ്പറും റെഡ്, മോനുവിൻ്റെ ഗോൾഡൻ കളറ് സെയിം അതന്നെ. പിന്നെ ഇക്കാൻ്റെ അതാ ഗ്രീൻ കേട്ടോ.
അപ്പോൾ അങ്ങനെ ആയിട്ടായിരുന്നു. അപ്പോൾ 3 ഗിഫ്റ്റ് ബോക്സ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാ വാച്ച് എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പറഞ്ഞിട്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരുടെ ഷോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ, ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഒക്കെ കൂടിയും ഒരു ദിവസം ഇടാൻ കാരണം നമ്മളെ വീഡിയോസിൽ അധികം കണ്ടൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം എല്ലാ കണ്ടൻറ്റും കൂടി ഒരുമിച്ചിട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഡിലേ ആയിട്ടുള്ളത്. ഇപ്പോൾ രാത്രിയിലായിരുന്നു കേട്ടോ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ ഗേൾ. അപ്പോൾ ഇവിടെ കുറേ പേർക്ക് അറിയാമായിരിക്കും, നമ്മളെ വീഡിയോസിലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള പരിപാടിക്കൊക്കെ വരും, ഓരോ വീട്ടിലുള്ള പരിപാടിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പം കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഇതാ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ഇക്കാൻ്റെ ബ്രദർ കേട്ടോ. ബ്രദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ആളടുത്തേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് അവരെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ റസക്കാൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് താത്താക്കും കാക്കാക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും ഉമ്മ അധികം കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരിതാ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളെ വിശേഷം നെക്സ്റ്റ് ഡേത്തെ വിശേഷം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തെ അല്ല, ഈ 40ൻ്റെ തലേദിവസം അങ്ങനെ ആ ദിവസത്തെ വിശേഷം കേട്ടോ. അപ്പം അന്ന് ഇതാ ഉമ്മാൻ്റെ ഏട്ടെത്തിട്ടോ, ഉമ്മാൻ്റെ സിസ്റ്റർ ഇതാ ചക്ക പൊരിച്ചതും അതുപോലെ തന്നെ ചക്ക പുഴുക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മുമ്പത്തെ ഒരു ദിവസം ഇങ്ങനെ തന്നെ പൂത്തു ചക്ക പൊരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇച്ചുവിനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇച്ചുവിന് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ചക്ക പൊരിച്ചതും കൂടി ആകുമ്പം കാണാൻ തന്നെ കിട്ടില്ല, കിട്ടലും തീരലൊക്കെ ഒരുമിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വേഗം എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് പൂത്ത് കൊണ്ടുവന്നപ്പോഴും ആൾ വേഗം ഇരുന്ന് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. ഇച്ചുവിന് മാത്രമല്ല കേട്ടോ, ഉമ്മാൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ നാട്ടിലുള്ള മൂത്ത സിസ്റ്റർ കേട്ടോ. അപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്കയൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും ഇപ്പം വീടിൻ്റെ അടുത്ത് ചക്ക ഇട്ടിട്ടുണ്ടെങ്കിലും അവർ കൊണ്ടുതരും കേട്ടോ. പൂത്തൂന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വേഗം കൊണ്ടുതരും. അതിനും കൊണ്ട് ഇപ്പോൾ നമ്മളും സ്ഥിരമായിട്ട് ഇപ്പോൾ ചക്ക കഴിക്കാറുണ്ട് കേട്ടോ. കുറേ ഒന്നും കഴിക്കില്ല, കുറച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ കഴിക്കലുണ്ട്. അപ്പോൾ ഇതാ ഇച്ചു ആ ഒരു പാക്കറ്റ് കൊടുത്ത് ഇങ്ങനെ നടക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആൾ. അങ്ങനെ പിന്നെ ഇത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്, എടുത്തു വെക്കുകയാണ് കേട്ടോ. കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ റെഡിയാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ചായക്കുള്ളതൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടോ. അപ്പോൾ ഇതാ പത്തിരിയും ഉണ്ട്, അതുപോലെ തന്നെ ചപ്പാത്തി ഒരിക്കൽ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇതാ പൂത്ത ഞാൻ പറഞ്ഞല്ലോ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പം ഏതൊരു ഭക്ഷണമാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. ഞാനിവരൊപ്പം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഞാൻ അതിൻ്റെ മുമ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ എത്തുമ്പോൾ സ്കൂളും വിട്ടെത്തുമ്പോൾ നല്ലോണം ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം ചായ കുടിക്കും. ഒരു 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ ചായ കുടിക്കും കേട്ടോ. ഉമ്മ എത്തുമ്പോൾ 6 മണിയൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉമ്മ വന്നതിന് ശേഷം ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം കുറച്ച് ചക്കപ്പൊരിയൊക്കെ എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവറോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചു അപ്പം തന്നെ ഫുള്ളായിട്ട് എടുത്ത് ചിലപ്പം കുറേ നിലത്തിടും, കുറേ തിന്നും, അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ചാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ ഇക്ക വന്ന സമയത്ത് ഇത് മറ്റൊരു ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ അപ്പം അന്ന് സൂപ്പ് ഉണ്ടാക്കിയത് ജസ്റ്റ് ഇക്കാക്കും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയ ദിവസം ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്, അങ്ങനെ കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രസവിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ ഒരാളെ ബേക്കിൽ നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാകും നമുക്ക് വീഡിയോ എടുക്കാനും സമയമുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ആകുമ്പം അത്രയ്ക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അധികം ജോലികളും ചെയ്യുന്നുമില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഓരോ ദിവസം വീഡിയോ ഡിലേ ആവുന്നതും പിന്നെ വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടോ. മെഞ്ഞാന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡിലീറ്റ് ആക്കി ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ.
അപ്പം ചായയും അതുപോലെ തന്നെ ഉഴുന്ന് ദോശയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്, നമ്മൾ മൂന്നാളും കൂടി കഴിക്കുകയാണ് കേട്ടോ. പിച്ചുവിനെ കഴിപ്പിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചേ മതിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് വേറെ ആരെയും കൊടുത്താൽ അങ്ങനെ കഴിക്കില്ല, ഞാൻ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തീറ്റിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഇക്കാനും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും ഇപ്പം അധികം ഇരുന്നിട്ട് ഷോർട്സും കാര്യങ്ങളൊന്നും ചെയ്യലില്ല. ഇൻഷാ അല്ലാ അതൊക്കെ ഇനി ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവർ രണ്ടുപേരും പിന്നെ ഇച്ചുവിൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ആളെ മുടി പെരുന്നാൾക്ക് വെട്ടിച്ചതായിരുന്നു, പിന്നെ അതിന് ശേഷം പിന്നെ വെട്ടിച്ചിട്ടില്ല കേട്ടോ. ഏത് പെരുന്നാൾക്ക്? ചെറിയ പെരുന്നാൾക്ക് കേട്ടോ. വലിയ പെരുന്നാൾക്ക് വെട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓന് ഒന്നില്ലെങ്കിൽ ഞാനല്ല ആരെങ്കിലും ഒരാൾ വേണം കേട്ടോ വെട്ടിക്കണമെങ്കിൽ, അതുകൊണ്ട് തന്നെ വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അത് 40-ലേക്ക് ആളെന്തായാലും കുട്ടപ്പനാക്കണം സുന്ദരനാക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഓൻ്റെ മുടി വെട്ടിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ബുള്ളറ്റിലാണ് അവർ പോകുന്നത്, കാരണം കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും കൊണ്ടുവരാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ബുള്ളറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മഴ കുറഞ്ഞ സമയത്ത് വേഗം അവരെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇച്ചുവിന് നല്ല പനിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അന്ന് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ വൈഫും അതുപോലെ തന്നെ മോനും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രസിഡൻറ്റിൻ്റെ വൈഫ് കേട്ടോ. അപ്പോൾ അവരായിരുന്നു അന്ന് കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെയും എല്ലാവരും കൂടി ഇരുന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ ആർക്കും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ ഒക്കെ മെയിനായിട്ട് കാണിക്കുക, അല്ലെ പിന്നെ എൻ്റെ വീഡിയോ കാണിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടൻറ് ഇല്ലാത്തത്. അപ്പോൾ അവരെ വീഡിയോയും ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ചെറിയ ഒരു മിനിറ്റോ 2 മിനിറ്റോ ആ ഒരു സെക്കൻഡുകൾ മാത്രമൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കട്ടിപ്പത്തിരി ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം. അപ്പം ഈ ഒരു ശരിക്കും ഫുഡ് കഴിക്കുക അത് തന്നെയാണ് കേട്ടോ മെയിൻ പണി. ഫുഡ് കഴിക്കുക, പിന്നെ വെറുതെ ഇരിക്കുക, അത് തന്നെയാണ് പണി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക, അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇച്ചുതാ പേഴ്സൊക്കെ എടുത്തിട്ട് കളിക്കാനുള്ള പരിപാടിയാണ്. ആക്കിങ്ങനെ അതിന് ഓരോ കാർഡുകൾ എടുത്തിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കാർഡുകൾ എടുത്തിട്ടും പിന്നെ പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സ് ഇങ്ങനെ എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുറേ അറകളുണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പേപ്പറും കാര്യങ്ങളും ഇട്ട് വെക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഓനെ ജസ്റ്റ് ഉറക്കിയിട്ടുണ്ട്, ഓനെയും അതുപോലെ തന്നെ മോളെയൊക്കെ ഉറക്കിയതിന് ശേഷം പിന്നെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഫുഡ് കഴിക്കൽ ഞാൻ കേട്ടോ പണി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ. പിന്നെ കുറച്ച് ഇൻഷാ അല്ലാ നമ്മുടെ 40-ൻ്റെ വീഡിയോ നെക്സ്റ്റ് അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എഡിറ്റ് ചെയ്തിട്ടില്ല, അത് എഡിറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നത്തെ ലഞ്ചിന് നമുക്ക് ഫിഷ് പൊരിച്ചതും അതുപോലെ തന്നെ ഫിഷല്ല ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, പിന്നെ മട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചക്കക്കുരുവും മുരിങ്ങയും ഇട്ടിട്ടുള്ള കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരുവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, അപ്പോൾ എന്താ സാധനം എന്നുള്ളത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അന്നിതാ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഴ ഉണ്ട്, പക്ഷെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെയിലും അറിയിക്കുന്നുണ്ട് കേട്ടോ. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പം മഴയും വെയിലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. പിന്നെ എനിക്കത് ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അന്ന് ഇച്ചു ഇറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആളെ സോപ്പിടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് മുട്ടായിയൊക്കെ വാങ്ങിയിട്ട് ഓൻ്റെ കയ്യിൽ വേഗം കൊടുത്തുട്ടോ, അല്ലെങ്കിൽ പിന്നെ ഓനെ ഒക്കത്തേക്ക് ചാടാം. അപ്പോൾ ഒക്കത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം മുട്ടായും കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്ത് നൈസായിട്ട് ഇറങ്ങാൻ നിൽക്കാറുണ്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര സങ്കടമാവുമല്ലോ. ഇപ്പോൾ ഏതൊരാൾ, ഇപ്പം നമ്മളാണെങ്കിലും അല്ലെങ്കിൽ വേറൊരാളാണെങ്കിലും കുട്ടികൾ കരയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു ആദ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കരച്ചിലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആൾ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കയ്യിൽ മുട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ അതും കൊണ്ട് വലിയ സീനില്ല. അപ്പം പൊളിച്ചു തരാനൊക്കെ വേണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ വേഗം പൊളിച്ചെടുക്കാൻ നിൽക്കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് സലാമും അടുത്ത തന്നെ ബായി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. അപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ ആളെ വേഗം പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മഴയത്ത് പോകുമ്പം സീനല്ലേ, മുണ്ടും കൂടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പാൻറ്റ് അവിടെ നിന്ന് വരുമ്പോൾ വേറെ പാൻറ്റൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ഇല്ലായിരുന്നു. ഇവിടുന്ന് പെരുന്നാൾക്ക് വന്ന സമയത്ത് ഇവിടെയുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഷർട്ട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മുണ്ടൊക്കെ കൊടുത്ത് അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പിന്നെ ആൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇച്ചുതാ മുട്ടായി കൊടുത്തുകൊണ്ട് അന്ന് കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലേ പിന്നെ പോകാൻ വേണ്ടിയിട്ട് കരയും. അപ്പം പിന്നെ ജസ്റ്റ്
നമ്മൾ വണ്ടിയിലൊന്ന് റൗണ്ട് അടിപ്പിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിപ്പിച്ചാൽ ആളെ കരച്ചിലങ്ങ് നിന്നോളും. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഉറങ്ങി എണീറ്റിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇക്ക പോകുന്നത് വരെയുള്ള വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോൺ അതേപോലെ ഓഫാക്കി പിന്നെ അവനക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ബേബീനെയൊക്കെ ഉറക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ബേബീൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളധികം ബേബി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഇക്കാക്കും താല്പര്യം, ഇക്കാൻ്റെ ഫാമിലിക്കും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ബേബീനെ കാണിക്കാത്തതും. ബേബീൻ്റെ ഇപ്പം ഡേ മൈ ലൈഫൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേങ്കിൽ അത് ചെയ്യാത്തതൊക്കെ അതും കൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ ചെയ്യണ്ട്, എപ്പോഴെങ്കിലൊക്കെ ചെയ്യണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.